ടു മൈ വെന്യൂ. അപ്പൊ ഇന്നൊരു പ്രീമിയം കുർത്തിയാണ് കേട്ടോ കാണിക്കുന്നത്. ശരിക്കും ഒരു പ്രീമിയം, അത്രയും നല്ല ഹെവി ആയിട്ട് കുറച്ചായിട്ട് നമ്മൾ സ്ലിറ്റ് ചെയ്യാറില്ല. അപ്പൊ ഇപ്പൊ കുറച്ച് ഇതുപോലെ സ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാരും സ്ലിറ്റ് പാറ്റേൺ ചെയ്യാൻ പറഞ്ഞതുകൊണ്ട് അത്രയും ഹെവി ആണ്. ഇതിൽ ഫുള്ള് എന്താ പറയാ, ഒരു ഗോട്ടയുടെ വർക്കും എംബ്രോയിഡറി, മെഷീൻ എംബ്രോയിഡറിയും താഴോട്ട് ഫുള്ളി വർക്കാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. അപ്പൊ നമ്മൾ അതുകൊണ്ട് തന്നെ ബാക്ക് സൈഡ് ഇതിന്റെ പ്ലെയിൻ ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. ലിമിറ്റഡ് മെറ്റീരിയലേ ഉള്ളൂ. ബാക്ക് സൈഡ് ക്രഷ്ഡ് ഓർഗൻസ ഫാബ്രിക് പ്ലെയിൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. അത് നമ്മള് ഹാഫ് കോളർ വന്നിട്ട് ഒരു സ്ട്രെയിറ്റ് ടു വി നെക്ക് ആണ് കൊടുത്തേക്കുന്നത്. സ്ലീവിന്റെ എൻഡിലോട്ട് ചെറിയൊരു ഇതിന്റെ ബോർഡർ കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഈ കാണുന്ന ഡിസൈൻസ് ഒക്കെ ഒരു ഗോട്ടയുടെ വർക്കിലോട്ട് ത്രെഡ് കൊണ്ട് ഹൈലൈറ്റ് ചെയ്തേക്കുന്നതാണ്. അതുപോലെ ഫുൾ അതുണ്ട്, സീക്വൻസും ത്രെഡും. ഇത് പ്യുവർ ജോർജറ്റിലോട്ടാണ് ഈ ഫ്രണ്ട് പോർഷൻ വരുന്നത്. ഇതിന്റെ ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ ഉണ്ടാവും, കണ്ടോ? ഓരോ വർക്കും ആ ഒരു ഗോട്ടയുടെ ആ ഒരു അത്രയും മൈന്യൂട്ടായിട്ട് ചെയ്തേക്കുന്ന കേട്ടോ. ഇതുപോലെ ഉണ്ട്. അതുപോലെ ഇതിന്റെ എൻഡിലോട്ടുള്ള വർക്ക് കണ്ടോ, എൻഡിലും ഫുൾ ഈ ഒരു ത്രെഡ് കൊണ്ടുള്ള വർക്ക് ഫുൾ കൊടുത്തിട്ടുണ്ട്. സ്ലീവിന്റെ എൻഡിലോട്ട് നമ്മൾ ഇതന്നെ കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡ് ക്രഷ്ഡ് ഓർഗൻസയാണ് ഫാബ്രിക് കൊടുത്തേക്കുന്നത്. ഈ ചെറിയ ഫ്ലവേഴ്സ് എല്ലാം ത്രെഡ് കൊണ്ടുള്ള വർക്കാണ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പൊ ലെങ്ത് 47 ആണ് വരുന്നത്. അപ്പൊ നമ്മൾ സെയിം ടോൺ തന്നെ ഇതുപോലെ ഒരു സെമി പലാസോ ബോട്ടം വെയർ ചെയ്ത് നല്ലതായിരിക്കും. പിന്നെ സെയിം ടോൺ തന്നെ പ്ലെയിൻ ജോർജറ്റ് ദുപ്പട്ട സെറ്റ് ചെയ്യണമെങ്കിലും അതും പറഞ്ഞാൽ മതി. ലിമിറ്റഡേ ഉള്ളൂ. എന്താ പറയാ, പ്ലെയിൻ ദുപ്പട്ട ആയിരിക്കും ബെസ്റ്റ്. കാരണം ഓൾറെഡി ഫ്രണ്ടിൽ ഫുൾ വർക്ക് വരുന്നതുകൊണ്ട് തന്നെ പ്ലെയിൻ ദുപ്പട്ട ആയിരിക്കും ബെസ്റ്റ്. അപ്പൊ ടോപ്പ് ഓൺലി ആണെങ്കിൽ അത് പറഞ്ഞാൽ മതി. പലാസോ ബോട്ടോ അല്ലെങ്കിൽ പെൻസിൽ ബോട്ടം വേണമെങ്കിൽ ബ്ലാക്ക്, അതും പറഞ്ഞാൽ മതി. പിന്നെന്താ, ലിമിറ്റഡ് മെറ്റീരിയലേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ബുക്ക് ചെയ്തിട്ട് ഒരു 7 to 10 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞിട്ടായിരിക്കും ഡെസ്പാച്ച് ചെയ്യുന്നത്. ഓക്കെ, ഇതിന്റെ ക്ലോസ് ആയിട്ടുള്ള പിക്ക് ഞാൻ ഇട്ടുതരാം. ഓക്കെ, പറയാൻ അത് ഫാബ്രിക് ആണ്. നമ്മൾ കാണുമ്പം ചിലപ്പം ഒരു ബ്ലാക്ക് കളറിൽ ഒരു ത്രെഡ് ഉള്ള പോലെയല്ല. ഇതിനകത്തോട്ടുള്ള എംബ്രോയിഡറിയും സീക്വൻസും ഒക്കെ ഞാൻ കാണിച്ചു തരാം. അത് മാത്രമല്ല പ്യുവർ വിസ്കോസ് ഓർഗൻസയിൽ വന്നേക്കുന്നതാണ്. അതിന്റെ ബാക്ക് സൈഡ് നമ്മൾ പ്ലെയിൻ ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. ഞാനിപ്പോൾ വേറെ ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. ഇതുപോലെ നല്ല സ്ട്രെയിറ്റ് ആയിട്ടുള്ള വീനൊക്കെ വെച്ചത് അടിപൊളിയാണ്. ഇതിനകത്തോട്ട് ഫുള്ളി ഈ ചിക്കൻ കാരിക്ക് സിമിലർ ആയിട്ടുള്ള എംബ്രോയിഡറി വെച്ചിട്ട് അതിനകത്തോട്ട് ഈ റെയിൻബോ കളേഴ്സ് പോലെ വരുന്ന സീക്വൻസ് അതിന്റെ ഉള്ളിൽ കൂടെ പോയിട്ടുണ്ട്. കണ്ടോ, ഞാൻ അതിന്റെ മെറ്റീരിയൽ ഇത് കാണിച്ചു തരാം. ഈ വർക്ക് ക്ലോസ് ആയിട്ട് ഇതേപോലെ ഉണ്ടാവും. ഇതാ ആ കളേഴ്സ് ഉണ്ടോ, നിങ്ങൾക്ക് ഷൈനിങ് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അതിലൊരു എല്ലാ കളേഴ്സും വരുന്ന ഒരു ഷൈനിങ് പോലെ ഓരോ സീക്വൻസ് അതിന്റെ ഉള്ളിൽ കൂടെ പോയിട്ടുണ്ട്. ബാക്ക് സൈഡ് നമ്മൾ പ്ലെയിൻ ആയിട്ടുള്ള വിസ്കോസ് ഓർഗൻസ തന്നെ അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. സ്ലീവ് ഇതുപോലെ തന്നെ ആ ഓർഗൻസ ഫാബ്രിക് കൊടുത്തിട്ട് അതിന്റെ എൻഡിലോട്ട് ഈ ഒരു ഡിസൈൻ ഇതേപോലെ കൊടുത്തിട്ടുണ്ട്. ഇത് ട്രാൻസ്പെറന്റ് ആയിട്ടായിരുന്നു ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. അപ്പൊ അത് വിത്ത് ലൈനിങ് താഴെ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള വീനൊക്കെ വെച്ചിട്ട് 47 ലെങ്ത് ആണ്. വിത്ത് കോട്ടൺ ലൈനിങ് ആണ് ഇതിനകത്ത് വെച്ചേക്കുന്നത്. ക്രേപ്പും വെക്കുന്നുണ്ട്. അപ്പം ലിമിറ്റഡ് പീസസേ ഉള്ളൂ. ഇത് കുറച്ച് ക്വാണ്ടിറ്റി എനിക്ക് കിട്ടിയിട്ടുള്ളൂ. ഭയങ്കര ഭംഗിയാണ്. നിങ്ങൾക്ക് വേണമെന്നുള്ളതിൽ വേണമെങ്കിൽ ഇതിനകത്തോട്ട് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ലേസ് വെച്ചിട്ടോ ദുപ്പട്ട സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാം. അതുപോലെ ബോട്ടോ നമുക്ക് ഇതേപോലെ ഒരു സെമി പലാസോ ഒക്കെ ആയിട്ട് വേറെ ചെയ്യുന്നതായിരിക്കും ഭംഗി. പാങ്കിൾ ലെങ്ത് ബോട്ടോ ഒക്കെ ഓൾഡ് ഫാഷനായി നമുക്ക് സെമി പലാസോ ആയിട്ട് ടോപ്പിന്റെ കുറച്ച് താഴെ നിൽക്കുന്നതായിരിക്കും ഭംഗി. ഇത് ഭയങ്കര ഭംഗിയാണ്. ലിമിറ്റഡേ ഉള്ളൂ. പ്രീമിയം